വ്യോമസേനയുടെ വിമാനം പരിശീലന പറക്കലിനിടെ തകർന്നു വീണു. ജനവാസ മേഖലയിലാണ് വീണത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് അപകടം സംഭവിച്ചത്. വിമാനത്തിലെ പൈലറ്റ് സുരക്ഷിതനാണ്. മറ്റാളപായം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ട്. പരിശീലന പറക്കലിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ജയ്സാൽമീർ നഗരത്തിന്റെ മധ്യത്തിലുള്ള ജവഹർ കോളനിക്ക് സമീപത്തെത്തിയപ്പോഴാണ് വിമാനം തകർന്നു വീണത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് ശക്തി പരിപാടിയെ അഭിസംബോധന ചെയ്യുന്ന വേദിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത്. വിമാനം വീണ് ഉടൻ അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപകട സ്ഥലത്ത് നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. ലൈറ്റ് കോപ്റ്റർ എയർക്രാഫ്റ്റായ തേജസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊക്രാനിലെ സൈനിക അഭ്യാസ പ്രകടനത്തിനായ ഭാരത് ശക്തിയിൽ പങ്കെടുക്കാനായി പോകുമ്പോഴായിരുന്നു അപകടമെന്നാണ് റിപ്പോർട്ടുകൾ. തക്ക സമയത്ത് പൈലറ്റുമാർ ഇജക്ട് ചെയ്തതിനാൽ ആളപായമുണ്ടായിട്ടില്ല. 2001 വ്യോമസേന ആദ്യമായി തേജസ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 23 വർഷത്തിനിടെയുള്ള തേജസിന്റെ ആദ്യത്തെ അപകടമാണിത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമസേനയുടെ വിമാനമാണിത്. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം 2016 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത്. അതേസമയം അപകടത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി വ്യോമസേന എക്സിലൂടെയാണ് പുറം ലോകത്തെ അറിയിച്ചത്. കഴിഞ്ഞ മാസം പശ്ചിമ ബംഗാളിൽ നടന്ന പരിശീലനത്തിനിടെ വ്യോമസേനയുടെ ഹോക്ക് ട്രെയിനർ വിമാനവും അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അപകടത്തിലും പൈലറ്റ് പാരച്യൂട്ട് വഴി സുരക്ഷിതനായി പുറത്തിറങ്ങുകയായിരുന്നു. പശ്ചിമ ബംഗാളിലെ കലൈക്കുണ്ടെ എയർബേസിൽ പതിവ് പരിശീലന പരിപാടിക്കിടെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഹോക്ക് ട്രെയിനർ വിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും അത്ഭുതകരമായിട്ടായിരുന്നു രക്ഷപ്പെട്ടത്. ആർക്കും ജീവഹാനിയോ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല. അപകട കാരണം കണ്ടെത്താൻ കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ചതായി IAF അറിയിച്ചത്. സാങ്കേതിക തകരാറുകൾ, മനുഷ്യപ്പിശകുകൾ തുടങ്ങിയ എല്ലാ വശങ്ങളും COA പരിശോധിക്കുകയായിരുന്നു. ഇന്ത്യൻ വ്യോമസേന ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള വിവിധ വ്യോമസേനകൾ ഉപയോഗിക്കുന്ന ജെറ്റ് പവേർഡ് അഡ്വാൻസ്ഡ് ട്രെയിനറാണ് ഹോക്ക് ട്രെയിനർ എയർക്രാഫ്റ്റ്. BAE സിസ്റ്റംസ് നിർമ്മിക്കുന്ന ഈ എയർക്രാഫ്റ്റ് ശേഷിയേക്കാൾ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാർക്ക് പരിശീലനം നൽകാനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറത്തിയ ഏറ്റവും മികച്ച വിമാനം. ഇന്ന് ലോകത്തിലെ ഏത് 4ാം തലമുറ യുദ്ധവിമാനത്തെക്കാളും ഇത് താരതമ്യപ്പെടുത്താവുന്നതാണ്. ബംഗളൂരു ബേസിൽ തിളങ്ങുന്ന ജെറ്റുകളിൽ ഒന്ന് കറങ്ങി നടന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ മാധവ് രംഗചാരി പറഞ്ഞു. IAFന്റെ പ്രായമായ വർക്കേഴ്സ് MiG-21 പകരം വയ്ക്കാവുന്ന തേജസിന്റെ വികസനം അയൽരാജ്യങ്ങളിലായ പാകിസ്ഥാൻ, ചൈന എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനമായ മിറാഷ് 2000ന്റെയും അത്രയും ശേഷിയാണുള്ളത്. വാസ്തവത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിലെ ഡെവലപ്പർമാർ തേജസിന്റെ മാനദണ്ഡങ്ങൾ മിറാഷ് 2000മായി ഉപയോഗിച്ചു. വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കും ലേസർ ഗൈഡഡ് മിസൈലുകൾക്ക് മറ്റ് ആയുധ സംവിധാനങ്ങളും വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് തേജസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫ്ലൈ ബൈറൽ സാങ്കേതികവിദ്യ പൈലറ്റിന് ജെറ്റ് കൈകാര്യം ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നു. തേജസിൽ പുതിയതായി അത്യാധുനികവുമായ ഇസ്രായേലി റഡാർ ഘടിപ്പിച്ചിരുന്നു. അതിന്റെ ക്ലാസിക്കിൽ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു. ശത്രു വിമാനങ്ങളോ മിസൈലുകളോ പൈലറ്റിന് മുന്നറിയിപ്പ് നൽകുന്ന റഡാർ മുന്നറിയിപ്പ് സംവിധാനം ഇന്ത്യൻ നിർമ്മിച്ചതാണ്. കാർബൺ ഫൈബർ അതിന്റെ ഫ്യൂസ്ലേജിൽ അമിതമായി ഉപയോഗിക്കുന്നത് തേജസിന്റെ ഭാരം കുറയ്ക്കുകയും അതുവഴി മികച്ച ചടുലത തെളിയിക്കുകയും ചെയ്യുന്നു. റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്ത് ശത്രു റഡാറിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് വിമാനത്തെ സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.